ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറി. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില, 15 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞെടുത്തത്, 2 ടേബിൾ സ്പൂൺ ശർക്കര. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി അരിഞ്ഞെടുക്കുമ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇഞ്ചി ഒന്ന് ക്രിസ്പിയായി കിട്ടണം, അതുവരേക്കും വറുത്തെടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഞ്ചി വറുത്ത് കോരിയ ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളിയും പച്ചമുളകും നമുക്ക് വറുത്തെടുക്കാം. ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് വറുത്തെടുക്കാം. ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം, അതുവരേക്കും നമുക്ക് വറുത്തെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് ഉള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഞ്ചിയും ചെറിയ ഉള്ളിയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ടുള്ളത്. ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറിൽ വെള്ളമയം ഒട്ടും പാടില്ല. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് പൊടിച്ചെടുക്കാം. ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കാം. ഉള്ളിയും ഇഞ്ചിയും ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഇഞ്ചിയും ഉള്ളിയും വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇഞ്ചിക്കറിക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് എണ്ണയുടെ ചൂട് ആറിയതിനു ശേഷം മാത്രമേ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാവൂ. എണ്ണയുടെ ചൂട് ഫുള്ളായിട്ട് മാറേണ്ട, ചെറിയ ചൂടോടുകൂടി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എണ്ണയുടെ ചൂട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം.
1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി സ്റ്റൗ കത്തിച്ച് സിമ്മിലാക്കി വയ്ക്കാം. അതിനുശേഷം പൊടി ഐറ്റംസ് നമുക്ക് വറുത്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കുക. തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കേണ്ടത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറി പൊടി മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. പുളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളച്ച് കിട്ടണം. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുറുകി കിട്ടണം. ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ എരിവും പുളിയും മധുരവും ബാലൻസ് ചെയ്ത് നിൽക്കണം. എന്നാൽ മാത്രമേ ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂ. ഇഞ്ചിക്കറി എണ്ണയെല്ലാം തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുകിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.